സത്യസന്ധതയ്ക്ക് അംഗീകാരം. സ്വർണം തിരികെ നൽകിയ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പാരിതോഷികം. വിളപ്പിൽ തുരുത്തുമൂല വാർഡിലെ കാട്ടുവിള റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് പുസ്തക വിതരണവും നടത്തി. ചടങ്ങിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ 2 ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. കാട്ടുവിള റെസിഡൻസ് പരിധിയിലെ സമിതി അംഗങ്ങളായ ബിന്ദുലേഖ, സുജാത എന്നിവർക്കാണ് പാരിതോഷികം നൽകിയത്. പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വീടുകളിൽ കയറിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ലഭിച്ച പഴയ ബാഗിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുകയും ഇവർ ഉടൻ തന്നെ ആഭരണങ്ങൾ ഉടമസ്ഥനെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സത്യസന്ധമായ പ്രവർത്തനമാണ് ആദരവിന് അർഹമാക്കിയത്. സ്വർണം നഷ്ടപ്പെട്ട വീട്ടുകാരാണ് ഇരുവർക്കും പാരിതോഷികം നൽകിയത്. കാട്ടാക്കട MLA MR ബൈജു, വാർഡ് മെമ്പർ രാജേഷ് ബാബു എന്നിവർ ചേർന്ന് പാരിതോഷികം കൈമാറി. സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് സമൂഹത്തിന്റെ കരുത്തെന്ന് MLA പറഞ്ഞു. നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. അതായത് സംഭവം ഞാൻ വിവരിക്കാം. നമ്മുടെ ഇവിടെ ഈ കേരള പരിധിയിലുള്ള ഒരു വീട്ടില് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കാനായിട്ട് ചെല്ലുകയും അവിടെ നിന്നും കിട്ടിയ ബാഗിൽ കുറച്ച് സ്വർണ്ണാഭരണമുണ്ട്. അത് ആ ഉടമസ്ഥനെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ആ വീട്ടുകാർ ഇവരെ അനുമോദിക്കണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ അത് MLAയും വാർഡ് മെമ്പറും ചേർന്ന് അവരെ ഒന്ന് അനുമോദിക്കുകയാണ്. സംഭവം വിവരിക്കാൻ വേണമെങ്കിൽ അവരെ കൊടുക്കാം. അമ്മ ബാഗ് എടുത്ത് ഇപ്രാവശ്യം നമ്മൾ ഈ മാസം എടുക്കുന്നത് പ്ലാസ്റ്റിക് കവറിന്റെ കൂടെ ചെരുപ്പും ബാഗും ഒക്കെയാണ്. അപ്പൊ ആ അമ്മ ബാഗ് തന്നു. സാധാരണ ഞങ്ങൾ നോക്കാറില്ല, അത് ചാക്കിനകത്താക്കി ഞങ്ങൾ കൊണ്ടുപോകാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് എന്തോ ഒരിതിൽ ഞാൻ സിബ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പൊതി കിട്ടി. അപ്പൊ ഞാൻ കരുതിയത് ഈ കുങ്കുമമോ ഭസ്മമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പൊതി തുറന്ന് നോക്കിയപ്പോ അതിൽ അമ്മയുടെ സ്വർണ്ണ കമ്മലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനതങ്ങ് തിരികെ കൊടുത്തപ്പോ അമ്മ ഇങ്ങനെ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇത്രയും ഒരിത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി രണ്ടുപേർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു ജീവിത സാഹചര്യമായിരിക്കും ഈ രണ്ടുപേരുടെ ഈ സ്വർണം കിട്ടിയ പോലെ ആരും കണ്ടില്ലല്ലോ. നമുക്ക് രണ്ടുപേരും കൂടെ കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കാം. കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടാണ്, നമുക്കറിയാമല്ലോ. എല്ലാം ഉള്ളവരുടെ വീട്ടിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ അവരുടെ കാര്യം ഊഹിക്കാമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ സ്വർണം തിരികെ നൽകുക എന്നുള്ള സ്വർണത്തിന്റെ വില ഇപ്പോൾ എത്രയാ? ഇപ്പോൾ 1 കാലമൊക്കെ ആയെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തുമാത്രം കാശ് അത്രയും തീർച്ചയായിട്ടും രണ്ടുപേരും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. രണ്ടുപേർക്കും വളരെ ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ.